ചോദിച്ചിട്ടുണ്ടായിരിക്കും, ഒരുപാട് ഉത്തരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരിക്കും, മേ ബി ഉത്തരം കിട്ടിയിട്ടുണ്ടായിരിക്കും. കിട്ടാത്തൊരു വീണ്ടും നമ്മൾ കണക്ട് ചെയ്യാം, സമയമുണ്ട്. ഇന്നത്തെ പ്രസൻറ്റേഷനിൽ കുറച്ച് ടിപ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ ബിസിനസ്സുകാർക്ക് കുറച്ച് ടിപ്സ്, ഒരു 5 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഏത് ബിസിനസ്സുകാരും ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ എന്താണെന്നാണ് ഞാൻ ഇന്നത്തെ പ്രസൻറ്റേഷനിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ ഈ ഓർമ്മ കഴിഞ്ഞ മീറ്റിൽ പ്രസൻറ്റേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവരും പ്രശ്നം വെച്ചാൽ പ്രോഫിറ്റ് തന്നെയാണ്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് ബിസിനസ് നടക്കുന്നുണ്ടായിരിക്കും, ടേൺ ഓവേഴ്സ് ഉണ്ടായിരിക്കും, പ്രോഫിറ്റ് ഉണ്ടോ എന്നുള്ളത് വളരെ എല്ലാവരും കുഴയ്ക്കുന്നൊരു ചോദ്യമാണ്. നമ്മൾ ചിന്തിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പ്രോഫിറ്റിലേക്ക് നമ്മുടെ ബിസിനസ് എത്തിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് എല്ലാവരും കുഴയ്ക്കുന്നൊരു ചോദ്യമാണ്. അതിന് കീ പോയിന്റ്സ് എന്ന് പറയുന്നത് എക്സ്പെൻസ് കൃത്യമായി ട്രാക്ക് ചെയ്യണം, നമ്മുടെ ഇതിൻ്റെ കോസ്റ്റിങ് കൃത്യമായിട്ട് ചെയ്യണം. അതുപോലെ ഈ അറിയാത്ത ഹിഡൻ ആയിട്ടുള്ള ഒരുപാട് കോസ്റ്റുകളുണ്ടാവും, അത് ട്രാക്ക് ചെയ്യാൻ കഴിയണം. പിന്നെ ഇയർ എൻഡിൽ വരുമ്പോഴുള്ള കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും, ഒരുപാട് അധിക ചിലവുകൾ എന്തെങ്കിലും വന്നിട്ടുണ്ടാവും, അതിൻ്റെ കൺട്രോൾസ് നമ്മളെൻ്റെ ഉണ്ടാവില്ല. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ വിചാരിക്കുന്ന പ്രോഫിറ്റ് നമ്മൾ എത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ കൃത്യമായിട്ട് മന്ത്ലി അല്ലെങ്കിൽ സെയിൽസ് കൃത്യമായി ട്രാക്ക് ചെയ്ത് കൊണ്ടുപോകണം. സെയിൽസിൻ്റെ ട്രാക്കിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെയിൽസ് ട്രാക്ക് ചെയ്യുമ്പോൾ കസ്റ്റമറെ മനസ്സിലാക്കണം, കസ്റ്റമറെ ട്രെൻഡ്സ് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ സമയത്തും കസ്റ്റമറുടെ ബിഹേവിയർ അല്ലെങ്കിൽ കസ്റ്റമറുടെ രീതികൾ വ്യത്യാസമായിരിക്കും. ആ രീതിക്ക് അനുസരിച്ച് നമ്മളുടെ സെയിൽസിൽ മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ, അതായത് നമ്മളുടെ സ്ട്രാറ്റജിയിൽ ചേഞ്ചസ് കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മുടെ സെയിൽസ് വിചാരിച്ച സെയിൽസിലേക്ക് എത്തിക്കാനോ അല്ലെങ്കിൽ വിചാരിച്ച പ്രോഫിറ്റിലേക്ക് എത്തിക്കാനോ കഴിയില്ല. അപ്പോൾ വളരെ ഇമ്പോർട്ടൻറ്റ്, കൃത്യമായിട്ട് നമ്മുടെ സെയിൽസിനെ അനലൈസ് ചെയ്യണം. കസ്റ്റമറുടെ ട്രെൻഡുകൾ, ഓരോ സാഹചര്യത്തിനനുസരിച്ച് കസ്റ്റമറുടെ ബൈയിങ്ങിൽ വരുന്ന വ്യത്യാസങ്ങളും മറ്റു കാര്യങ്ങളും നമ്മൾ കൃത്യമായി അനലൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ ബിസിനസ്സിൽ, നമ്മുടെ സെയിൽസിൽ അതിൻ്റെ മാറ്റങ്ങൾ കൊണ്ടുവരണം. അതുപോലെ തന്നെ പ്രൊഡക്റ്റുകൾ, ഓരോ സമയത്തും ചിലവാകുന്ന പ്രൊഡക്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോ കാലഘട്ടത്തിനും അല്ലെങ്കിൽ ഓരോ സമയത്തിനനുസരിച്ച് നമുക്ക് കൂടുതൽ ചിലവാകുന്ന പ്രൊഡക്റ്റ് ആയതുണ്ട്, അത് കൂടുതൽ പ്രൊമോട്ട് ചെയ്യാനും അതിൻ്റെ രീതിയിലുള്ള അനലൈസേഷൻ വേണം. നമ്മൾ ഏതെങ്കിലും പ്രൊഡക്റ്റ് സെയിൽ ഇല്ലാതിരിക്കുന്നില്ല, കുറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നമ്മൾ അനലൈസ് ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെ മാത്രമേ നമ്മുടെ സെയിൽസിനെ ആ ഒരു വിചാരിച്ച രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു ലൈനിൽ കൊണ്ടുപോകാൻ കഴിയുള്ളൂ. പിന്നെ എക്സ്പെൻസ് കൺട്രോളാണ്. സെയിൽസിൻ്റെ പോലെ തന്നെ സെയിൽസ് ഉണ്ടായാൽ മാത്രം പോരാ, നമ്മുടെ ചിലവുകൾ കൺട്രോൾ ചെയ്യണം. കൃത്യമായ ബഡ്ജറ്റ് വെച്ചുകൊണ്ട് നമ്മുടെ ഓരോ സെയിൽസും കൃത്യമായി ട്രാക്ക് ചെയ്ത് കൺട്രോൾ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മളുടെ മെറ്റീരിയൽ കോസ്റ്റ് ആയിക്കോട്ടെ, നമ്മുടെ അഡ്മിനിസ്ട്രേഷനായ കോസ്റ്റ് ആയിക്കോട്ടെ, അതുപോലെ മറ്റ് പല ചിലവുകളും നമ്മൾ ചിന്തിക്കാത്ത ചില ചിലവുകൾ വരാം, ഹിഡനായിട്ട് വരുന്നത്, അങ്ങനത്തെ ചിലവുകളായിക്കോട്ടെ, എല്ലാതും നമ്മൾ കൃത്യമായി അനലൈസ് ചെയ്ത് അതിന് കൃത്യമായ ബഡ്ജറ്റ് വെച്ച് ആ ബഡ്ജറ്റിനുള്ളത് പോകുന്നുണ്ടോ എന്ന് നമ്മൾ കൃത്യമായിട്ട് നോക്കണം. പിന്നെ പ്രോഫിറ്റാണ്. പ്രോഫിറ്റ് അനലൈസ് ചെയ്യണം. നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും നമുക്ക് ഇത്ര പെർസെൻറ്റേജ് ആണ് നമ്മുടെ പ്രോഫിറ്റ് മാർജിൻ എന്നുള്ളത്. ആ പ്രോഫിറ്റ് മാർജിൻ നമുക്ക് വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് അനലൈസ് ചെയ്യാൻ കഴിയണം. നമുക്ക് ചിലപ്പോൾ വാല്യൂ വെച്ച് നമുക്ക് അനലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ പെർസെൻറ്റേജ് ആയിരിക്കും കണക്കിട്ട് നമ്മൾ ഓരോ ബിസിനസ്സിനും നമുക്ക് അറിയാൻ പറ്റും നമ്മളുടെ മാർജിൻ ഇത്രയാണ്. അതിന് പ്രോഫിറ്റ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ട്, നെറ്റും ഉണ്ട്. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സെയിൽസ്, ഡയറക്റ്റ് സെയിൽസും അതിൽ ഇൻവോൾവ് ആയ റോ മെറ്റീരിയൽസ്, അതിനോട് ബന്ധപ്പെട്ട് വരുന്ന ചിലവുകൾ, അതിനെ പറയും ഗ്രോസ് പ്രോഫിറ്റ്. അതിന് കൃത്യമായ മാർജിൻ ഉണ്ടാവും. നമുക്കൊരു പ്രൊഡക്റ്റിന് 10% അല്ലെങ്കിൽ 20% എത്രയാണ് നമ്മുടെ മാർജിൻ വെച്ചാൽ ഗ്രോസ് പ്രോഫിറ്റ് ആ പെർസെൻറ്റേജ് കിട്ടണം. അതുണ്ടോ എന്നുള്ള അനലൈസ് ചെയ്യണം. കാരണം വാല്യൂ വെച്ച് നമുക്ക് ആ പെർസെൻറ്റേജ് അറിയാൻ പറ്റില്ല, അതിൽ വരുന്ന മാറ്റങ്ങൾ അറിയാൻ പറ്റില്ല. അത് കൃത്യമായി അനലൈസ് ചെയ്യണം. അത് കഴിഞ്ഞ് വരുന്നതാണ് നെറ്റ് പ്രോഫിറ്റിലേക്ക് വരുമ്പോൾ നമ്മളുടെ അഡ്മിൻ എക്സ്പെൻസ് വരും, മറ്റ് ഓഫീസിന് ചിലവുകളുണ്ട്. ഇതിൽ രണ്ടും വ്യത്യാസം വെച്ചാൽ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് സെയിൽ ഉണ്ടെങ്കിൽ മാത്രം നടക്കുന്ന കാര്യമാണ്. പക്ഷേ ഈ നെറ്റിൽ വരുന്ന മറ്റ് എക്സ്പെൻസുകൾ അതെന്നുണ്ട്. നമുക്കൊരു ഓഫീസ് ഷട്ടായി എടുക്കാൻ വിചാരിക്കും, അടച്ചിട്ടിരിക്കും. പാൻഡമിക് ഒന്നും അടച്ചിട്ടു, പക്ഷേ നമുക്ക് റെൻറ്റ് കൊടുക്കേണ്ടി വന്നു, സാലറീസ് ചില കാര്യങ്ങൾ കൊടുക്കേണ്ടി വന്നു, ചില എക്സ്പെൻസുകൾ നമ്മൾ കൃത്യമായി കൊടുക്കേണ്ടി വരുന്നുണ്ട്, മുടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതെന്തായാലും നടക്കും. അപ്പോൾ ആ ചിലവുകൾ നടക്കണം. അതിന് നമുക്കൊരു വാല്യൂ ഉണ്ടായിരിക്കും. മറ്റേത് നമ്മുടെ സെയിൽ നടന്നാൽ മാത്രം ആ പെർസെൻറ്റേജ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പ്രൊപ്പോർഷനിലായിരിക്കും നമ്മൾ ഈ വരുന്ന അഡ്മിൻ എക്സ്പെൻസുകൾ നിർത്തേണ്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം. വാല്യൂനായിട്ട് എളുപ്പമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റിയ പെർസെൻറ്റേജ് വൈസാണ്. പിന്നെ പേയബിൾസ്, റിസീവബിൾസ് കൊടുക്കാനുള്ളത് നമ്മളുടെ ഏറ്റവും പ്രധാനം വെച്ചാൽ നമ്മളൊരാളോട് വാക്ക് പറഞ്ഞാൽ ഇത്രാം തീയതി 10 ദിവസം കഴിഞ്ഞ് കൊടുക്കാന്ന് പറഞ്ഞാൽ കൃത്യമായി 10 ദിവസത്തിന് കൊടുക്കാൻ കഴിയണം. അതുപോലെ തന്നെ കസ്റ്റമറിൽ നിന്ന് ആ പറഞ്ഞ ഡേറ്റിന് കളക്ട് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പേയബിൾസ് ആയാലും റിസീവബിൾസ് ആയാലും കൃത്യമായി ട്രാക്ക് ചെയ്ത് പറഞ്ഞ സമയത്ത് തന്നെ ആ പേയ്മെൻറ്റ്സ് കളക്ട് ചെയ്യാനും കൊടുക്കാനും നമ്മൾ തയ്യാറാവണം. അതുപോലെ തന്നെ റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്, അതായത് ഇപ്പോൾ P&L എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഉണ്ടെന്ന് വെച്ചിട്ട് നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാവണമെന്നില്ല. പ്രോഫിറ്റ് എന്ന് പറയുന്നതും നമ്മളുടെ ചിലവുകൾ, ഇപ്പോൾ നമ്മൾ ലോൺ അടിച്ചത് P&L ബാധിക്കില്ല. അതുപോലെ നമ്മൾ വേറെ ഏതെങ്കിലും രീതിയിൽ ലോൺ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ റിസീറ്റ്സ് ഏതൊക്കെ രീതിയിൽ നമ്മുടെ ബിസിനസ്സിൽ ഫണ്ട് വന്നു,
ഏതൊക്കെ രീതിയിൽ ഈ പേയ്മെൻറ്റ്സ് വന്ന പൈസ നമ്മൾ ഏതൊക്കെ രീതിയിൽ യൂട്ടിലൈസ് ചെയ്തു, ഇത് നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം. എവിടെയെങ്കിലും നമ്മൾ അറിയാതെ എന്തെങ്കിലും ചിലവ് പോകുന്നുണ്ടോ എന്ന് ട്രാക്ക് ചെയ്യണം. പി ആൻഡ് എൽ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ കാര്യം അറിയാൻ പറ്റില്ല, കയ്യിൽ നിന്ന് പോണ കാര്യങ്ങൾ പി ആൻഡ് എല്ലിന് വരുന്ന അല്ലാതെ ചിലവുകൾ നമുക്ക് വരാം ബിസിനസ്സിൽ, അതും നമ്മൾ ട്രാക്ക് ചെയ്യേണ്ടതുണ്ട്. പിന്നെ കോസ്റ്റാണ്, ആക്ച്വൽ കോസ്റ്റ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. മെറ്റീരിയലിൻ്റെ കോസ്റ്റ് ആയാലും ഏറ്റവും കുറഞ്ഞ് ഏറ്റവും കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കുക. ഒരു സ്ഥലത്തേക്ക് മൾട്ടിപ്പിൾ ടൈമിൽ പോകാതെ, ഇപ്പം പ്രൊജക്റ്റുകളൊക്കെ ആകുമ്പോൾ ഒരു സ്ഥലത്തേക്ക് രണ്ട് തവണ വണ്ടി ഓടിയാൽ തന്നെ ആ വണ്ടിയുടെ ചിലവ് കൂടി, ആ റെൻറ്റ് കൂടി. അതുപോലെയുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനുള്ള കാര്യം നോക്കാം. ലേബേഴ്സിൻ്റെ കോസ്റ്റ്, ലേബേഴ്സ് അവിടെ പോയി കൃത്യമായിട്ട് ആ പറഞ്ഞ രീതിയിൽ തന്നെ പണിയെടുത്ത് പോരണം, ആ പറഞ്ഞ ടൈമിൽ അവർ ചെയ്യാൻ പറ്റണം. ആ കാര്യം നമ്മൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യണം. സൈറ്റിൽ വരുന്ന ചിലവുകൾ, മറ്റ് എക്സ്പെൻസുകൾ, ഇതൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ പ്രോഫിറ്റ് അനലൈസ് ചെയ്യുക. ഇത് നമ്മൾ ഡെയിലി ചെക്ക് ചെയ്യേണ്ട, അല്ലെങ്കിൽ വീക്കിലിയിലും ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്. ഓരോ ദിവസവും നമ്മൾ സൈറ്റുകളിലോ കാര്യങ്ങളും ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന സിസ്റ്റം, സോഫ്റ്റ്വെയർ ക്യാപ്പബിൾ ആണെന്നുള്ള പ്രധാനം. ഞങ്ങളെങ്ങനെ ഹെൽപ്പ് ചെയ്യുകയെന്ന് വെച്ചാൽ, നമ്മൾ സോഫ്റ്റ്വെയർ കൊടുത്തിട്ട് ഇതിൻ്റെ പിന്നാലെ നമ്മളുണ്ടായിരിക്കും. എങ്ങനെ ഇത് നോക്കണം, എങ്ങനെ റിപ്പോർട്ട്സ് എടുക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് ക്ലയൻറ്റിനെ പഠിപ്പിക്കും. ഏതൊക്കെ കാര്യം എടുക്കണം, ഏതൊക്കെ റിപ്പോർട്ട് എടുക്കണം എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കും. അത് എടുക്കാൻ സഹായിക്കും. അതിലെന്തെങ്കിലും വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ട് എന്നുള്ളത് നമ്മൾ തന്നെ അനലൈസ് ചെയ്ത് കാണിക്കും. ഒന്നോ രണ്ടോ തവണ കാണിച്ചാൽ പിന്നെ അവർക്ക് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ബാക്ക് എൻഡ് നമ്മൾ സപ്പോർട്ട് ഉണ്ട്. വെറുതെ ഒരു സോഫ്റ്റ്വെയർ കൊടുക്കുമ്പോൾ മാറി നിൽക്കുന്നില്ല, കൃത്യമായിട്ട് ക്ലയൻറ്റിനെ ഇത് പഠിപ്പിക്കും. എന്നിട്ട് അവർക്ക് അത് എടുക്കാൻ രീതിയിൽ സെറ്റ് ചെയ്യും. അപ്പോൾ എല്ലാവരും ആ ഒരു ലെവലിലേക്ക് വരും, പ്രോഫിറ്റബിളിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത് ടാലിയാണ്, ട്രസ്റ്റഡ് സോഫ്റ്റ്വെയർ ആണ്. ടാലിയിൽ ഈ പറഞ്ഞ റിപ്പോർട്ട്സ്, നേരത്തെ പറഞ്ഞ റിപ്പോർട്ട്സൊക്കെ വളരെ ഈസി ആയിട്ട് ടാലി എടുക്കാൻ കഴിയും. ആക്യുറേറ്റ് ആയിരിക്കും. എടുക്കുക എന്നുള്ളത് മാത്രമല്ല, ആ റിപ്പോർട്ട് ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നുള്ളതാണ് ടാലിയുടെ പ്രത്യേകത. അതുപോലെ ഒരു 25 ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഏത് മേഖലയായാലും, ഏത് ബിസിനസ് മേഖലയിലായാലും നമുക്ക് കൃത്യമായിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ കഴിയും. പിന്നെ എനിക്ക് തരാവുന്ന റെഫറൻസ്, കൺസ്ട്രക്ഷൻ, ഐഡിയലായിട്ട് പറയാൻ വെച്ചാൽ കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് ധൈര്യമായിട്ടാണ് കണക്ട് ചെയ്യാം. അവർക്ക് വേണ്ട സൊല്യൂഷൻ നമ്മുടെ കയ്യിൽ റെഡിയാണ്. റെഡി സൊല്യൂഷൻ അവൈലബിൾ ആണ്. നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാവരും കൺസ്ട്രക്ഷൻ മേഖല വർക്ക് ചെയ്യുന്ന ആളുകൾ നമ്മുടെ ക്ലയൻസാണ്. അവർക്ക് അത് കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ റീറ്റെയിൽ ആയാലും ഹോൾസെയിൽ ട്രേഡേഴ്സ്, ഏത് ട്രേഡേഴ്സ് ആയിക്കോട്ടെ, റീറ്റെയിൽ ആയാലും ഹോൾസെയിൽ ആയാലും നമുക്ക് ടാലി വളരെ ഈസി ആയിട്ട് കൊടുക്കാൻ കഴിയും. മാനുഫാക്ചറിങ് യൂണിറ്റ്, മാനുഫാക്ചർ ചെയ്യുന്ന ഏത് യൂണിറ്റ് ആയിക്കോട്ടെ നമുക്ക് കൊടുക്കാം. പിന്നെ പ്രൊജക്റ്റ് ബേസ്, നേരത്തെ പറഞ്ഞ കൺസ്ട്രക്ഷൻ ആവുന്നില്ല, വേറെ എന്തെങ്കിലും പ്രൊജക്ട് ബേസ് ആയിക്കോട്ടെ. ഇപ്പം നമ്മുടെ റെസ്റ്റോറൻറ്റ്, അതുപോലെ കാറ്ററിങ് ഒക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്നതാണ്. ഫുഡ് കോസ്റ്റ് വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് ക്ലയൻസ് ഉണ്ട്. റൗണ്ട് റെസ്റ്റോറൻറ്റ്, ഞാൻ ഉദാഹരണം പറയാം. റൗണ്ട് റെസ്റ്റോറൻറ്റ് ഉദാഹരണമാണ്. അവർ വലിയൊരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം നമ്മൾ ടാലിയിൽ വളരെ കോസ്റ്റ് കുറച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഏത് മേഖല ആയിക്കോട്ടെ എനിക്ക് എന്നെ കണക്ട് ചെയ്യാം. താങ്ക് യു.